Hi dear students, let's talk history. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡ് നമുക്ക് ബുധനാഴ്ച എക്സാം വരുന്നുണ്ട്. സോ നമുക്ക് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലീഗ് ഓഫ് നേഷൻസ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ വേൾഡിൻ്റെ. അപ്പം അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു, ലീഗ് ഓഫ് നേഷൻസ്. ഒരുപാട് തവണ എസ് ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളതാണ് ലീഗ് ഓഫ് നേഷൻസ്, അതിൻ്റെ ഒറിജിന്, ദെൻ അതിൻ്റെ ഫെയിലിയറിൻ്റെ റീസൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ലീഗ് ഓഫ് നേഷൻസ്, അതുപോലെ തന്നെ ലീഗ് ഓഫ് നേഷൻസ് എങ്ങനെയായിരുന്നു ഒറിജിൻ ചെയ്തത്, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു, അതിൻ്റെ ഓർഗൻസ് ഏതാണ്, അതിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ടൈം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ ഇടുമ്പോൾ ഓൺ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മളതിനനുസരിച്ച് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ലീഗ് ഓഫ് നേഷൻസ് എന്നാണ്. വാട്ട് ഈസ് ലീഗ് ഓഫ് നേഷൻസ്? ഇറ്റ് ഈസ് ആൻ ഇന്റർഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ഓൺ January 10th, 1920 ആസ് എ റിസൾട്ട് ഓഫ് ദ പാരീസ് പീസ് കോൺഫറൻസ് ദാറ്റ് എൻഡഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ അവസാനിപ്പിച്ച പാരീസ് പീസ് കോൺഫറൻസ് ഉണ്ട്. ഈ പാരീസ് പീസ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഔദ്യോഗികമായിട്ട് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിപ്പിച്ചു എന്നുള്ളൊരു ഉത്തരവ് വരുന്നത്. ആ ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തത്. എന്നാണ്? January 10th, 1920, 1920 January 10th ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് ഫൗണ്ട് ചെയ്തത്? It is the forerunner of UN brought about much international cooperation on health, labor problems, refugee affairs and the like. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്? അതായത് UN ആണ് ഇത് പുറത്തേക്ക് അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത്. UN എന്ന് പറയുന്നത് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലേ. UN ആണ് ഇതിന്റെ ഫോർ റണ്ണർ അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ആൾക്കാരെന്ന് പറയും. ഓക്കെ, ഫോർ റണ്ണർ ആണ് UN എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഓൺ ഹെൽത്ത്, ലേബർ പ്രോബ്ലംസ്, റെഫ്യൂജി അഫയേഴ്സ് ആൻഡ് ദ ലൈക്ക്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ റെഫ്യൂജി അഫയേഴ്സ്, അതായത് അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ ഇന്റർനാഷണൽ കോഓപ്പറേഷനിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമുക്കറിയാം കോവിഡ് വന്ന ടൈമിൽ ഇന്റർനാഷണൽ കോഓപ്പറേഷനോടെയാണ് ഇതിന്റെ തീരുമാനങ്ങൾ, കോവിഡിന്റെ റീസൺസ്, എവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ കോഓപ്പറേഷനിലൂടെയാണ് ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലേ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ഇതിന്റെ തീരുമാനങ്ങളൊക്കെ ഇന്റർനാഷണൽ ലെവലിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലേബർ പ്രോബ്ലംസ് വരുമ്പം, അഭയാർത്ഥി പ്രശ്നങ്ങളൊക്കെ വരുമ്പം അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിലൊരു ഇന്റർനാഷണൽ കോഓപ്പറേഷൻ കൊണ്ടുവരുത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് ലീഗ് ഓഫ് നേഷൻസ് സ്റ്റാർട്ട് ആയത്? ഹൗ ഡിഡ് ദ ലീഗ് ഓഫ് നേഷൻസ് സ്റ്റാർട്ട്? It was formed by the victorious powers in 1919. 1919 വിക്ടോറിയസ് പവേഴ്സിലൂടെയാണ് ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യപ്പെടുന്നത്. It was designed to enforce the Treaty of Versailles and other agreements that concluded World War First. ഫസ്റ്റ് വേൾഡ് വാറിനെ അവസാനിപ്പിച്ച കുറച്ച് ട്രീറ്റീസ് അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ ട്രീറ്റീസിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ലീഗ് ഓഫ് നേഷൻസ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇറ്റ് വാസ് ഇൻറ്റൻഡഡ് ടു റീപ്ലേസ് സീക്രട്ട് ഡീൽസ് ആൻഡ് വാർസ് ആസ് എ മീൻസ് ഫോർ സെറ്റിലിംഗ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് വിത്ത് ഓപ്പൺ ഡിപ്ലോമസി ആൻഡ് പീസ്ഫുൾ മീഡിയേഷൻ. അതായത് നമ്മുടെ യുദ്ധം, അതുപോലെയുള്ള ഇന്റർനാഷണൽ തരത്തിലുള്ള അല്ലെങ്കിൽ അന്തർദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ പീസ്ഫുൾ ആയിട്ട് ഒരു മീഡിയേറ്ററോടെ അതിനെയൊക്കെ പരിഹരിക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഇതിനെയൊക്കെ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്
എന്ത് ലീഗ് ഓഫ് നേഷൻസ് വരുന്നത്. Then why did the League of Nations was set up in 1919? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലീഗ് ഓഫ് നേഷൻസ് 1919 എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു ലീഗ് ഓഫ് നേഷൻസ് എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്? ഇറ്റ് വാസ് സെറ്റ് അപ്പ് ബൈ ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് ട്രീറ്റി. നമ്മൾ എക്സാമിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നോക്കിയിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. വേഴ്സലൈസ് ട്രീറ്റി എന്താണെന്നുള്ളത് നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലെ 2 മാർക്ക് ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, അത് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കുക. ഇറ്റ് എയിംസ് ടു സ്റ്റോപ്പ് വാർസ്, എൻകറേജ് ഡിസാർമെന്റ് ആൻഡ് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ബൈ ഇംപ്രൂവിങ് പീപ്പിൾസ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ബൈ ടാക്ലിംഗ് ഡിസീസസ്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം? 1919 ഈ ഒരു ട്രീറ്റിയിലൂടെ ഇത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലീഗ് ഓഫ് നേഷൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റോപ്പ് വാർസ്, യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ ഡിസാർമെന്റ് അല്ലെങ്കിൽ നിരായുധീകരണം, അല്ലെങ്കിൽ ആയുധധാരികളായിട്ടുള്ള ആ ഒരു പ്രശ്നം, നിരായുധീകരണം നടപ്പിലാക്കുക. ആൻഡ് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ബൈ ഇംപ്രൂവിങ് പീപ്പിൾസ് വർക്കിംഗ് കണ്ടീഷൻസ്. എന്താണ് ലോകത്തെ ഒരു ബെറ്റർ പ്ലേസ് ആക്കി, അല്ലെങ്കിൽ ഒരു പുതിയ യുഗമാക്കി മാറ്റുക. എങ്ങനെയാണ്? ആൾക്കാരുടെ ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ പ്ലേസ് ആക്കി ലോകത്തെ മാറ്റുക. ആൻഡ് ബൈ ടാക്ലിംഗ് ഡിസീസ്, എന്താണ് അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങളെയൊക്കെ നേരത്തെ തന്നെ കണ്ടെത്തി അതിന് പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിച്ച് ലോകത്തെ ഒരു ബെറ്റർ പ്ലേസ് ആയിട്ട് ജീവിക്കുവാനുള്ളൊരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ലീഗ് ഓഫ് നേഷൻസ് സെറ്റപ്പ് ചെയ്തത് 1919 തന്നെ. ദെൻ അപ്പോൾ എന്താണ് ട്രീറ്റി ഓഫ് വേഴ്സലൈസ് എന്ന് നോക്കാം. ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് വാസ് എ പീസ് സെറ്റിൽമെന്റ് ഇമ്പോസ്ഡ് ഓൺ ജർമ്മനി ബൈ ദ അലൈഡ് പവേഴ്സ്. അലൈഡ് പവേഴ്സിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അലൈഡ് പവേഴ്സ് ഏതൊക്കെയായിരുന്നു? അലൈഡ് പവേഴ്സ് ഫ്രാൻസ്, ബ്രിട്ടൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓർത്തു വെക്കുക, അലൈഡ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഫ്രാൻസ്, ബ്രിട്ടൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഈ അലൈഡ് പവേഴ്സ് ജർമ്മനിയുടെ മേൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പീസ് സെറ്റിൽമെന്റ് ആണ് എന്ത് ട്രീറ്റി ഓഫ് വേഴ്സലൈസ് എന്ന് പറയുന്നത്. ഈ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയുടെ മേലിൽ ഈ അലൈഡ് പവേഴ്സ് ഇമ്പോസ് ചെയ്തിട്ടുള്ളൊരു പീസ് സെറ്റിൽമെന്റ് ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് വേഴ്സലൈസ് എന്ന് പറയുന്നത്. ദ ട്രീറ്റി വാസ് സൈൻഡ് ഓൺ ജൂൺ 28, 1919. 1919 ജൂൺ 28 ദ ട്രീറ്റിയിൽ ഒപ്പുവെച്ചത്. ഈ ഒരു ട്രീറ്റിയിൽ ഒപ്പുവെക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1919. അതിനുശേഷം എന്നാണ് ഒഫീഷ്യലി അത് കെയിം ടു എഫക്റ്റ്, അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 1920 ജാനുവരി 10 അത് എഫക്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് എന്താണ് നമുക്ക് നോക്കാം. ട്രീറ്റി ഓഫ് വേഴ്സലൈസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പറയുന്നത് ദ പോയിന്റ് 14th എന്താണ് ഈ ലീഗ് ഓഫ് നേഷൻസിലെ പോയിന്റ് 14th എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻ 1918 ദ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വുഡ്രോ വിൽസൺ, 1918 US പ്രസിഡന്റ് ആയിരുന്നു ആര്? വുഡ്രോ വിൽസൺ. ഗേവ് എ സ്പീച്ച് സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ കോൾഡ് ദ 14 പോയിന്റ്സ്. ആ ഒരു ടൈമിൽ 1980 നമ്മുടെ US പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ നടത്തിയ ഒരു സ്പെഷ്യൽ കോൺട്രിബ്യൂഷനെ കുറിച്ച് നടത്തിയൊരു സ്പീച്ചിൽ പറയുന്ന പേരാണ് ദ 14 പോയിന്റ്സ് എന്ന് പറയുന്നത്. ദ 14 പോയിന്റ്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 14 പോയിന്റ്സ് എന്ന് പറയുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതി വെക്കേണ്ടത്. എന്താണ് 14 പോയിന്റ്സ്? പോയിന്റ് 14, എ ജനറൽ അസോസിയേഷൻ ഓഫ് നേഷൻസ് മസ്റ്റ് ബി ഫോംഡ് അണ്ടർ സ്പെസിഫിക് convenants for the purpose of affording mutual guarantees of political independence and territorial integrity to great and small states alike. എന്താണ് 14 എന്ന് പറയുന്നത്? ഒരു ജനറൽ അസോസിയേഷൻ, ഒരു നേഷൻസിന്റെ ഒരു ജനറൽ അസോസിയേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യപ്പെട്ടത്? സ്പെസിഫിക് കോൺവെനൻസിന്റെ ബേസിൽ. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ട്? അഫോർഡിങ് മ്യൂച്വൽ ഗ്യാരണ്ടീസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. എന്താണ്? രാജ്യങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ ഗ്യാരണ്ടി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്, അവരവരുടെ
രാജ്യത്ത് അല്ലെങ്കിൽ അവരവരുടെ സ്റ്റേറ്റ്സിൽ അവർക്ക് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ആ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ഈ സ്റ്റേറ്റുകൾ തമ്മിൽ അവരുടെ മറ്റ് രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ എന്ത് ചെയ്യില്ല, ഇന്റർഫിയർ ചെയ്യില്ല അല്ലെങ്കിൽ ഇടപെടുകയില്ല എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്പീച്ചാണ് എന്ത് പറയുന്നത്, പോയിന്റ് 14 എന്ന് പറയുന്നത്. പോയിന്റ് 14 അല്ലെങ്കിൽ ദ 14 പോയിന്റ്സ് ആരുടെ സ്പീച്ചാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 1908 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസന്റെ സ്പീച്ചിന് പറയുന്ന പേരാണെന്ത്, ദ 14 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ലീഗ് ഓഫ് നേഷൻസ് എന്ന ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന ഓർഗനൈസേഷനിൽ ഒഫീഷ്യൽ ലാംഗ്വേജസ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൊന്നാണ് എന്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. പ്രധാനപ്പെട്ട ലീഗ് ഓഫ് നേഷനിലെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് മറന്നു പോകരുത്. ഒഫീഷ്യൽ ലാംഗ്വേജസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കണം. ഈ ഒരു 3 ലാംഗ്വേജുകൾ എഴുതിയ 2 മാർക്ക് കിട്ടും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്. ഒഫീഷ്യൽ ലാംഗ്വേജുകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്. ദെൻ ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന ഓർഗനൈസേഷനിലെ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ, ഹാലി, ഫ്രാൻസ്, ജപ്പാൻ. 4 രാജ്യങ്ങളാണ് പെർമനന്റ് കൺട്രീസ് അല്ലെങ്കിൽ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? ടെമ്പററി മെമ്പേഴ്സ് ആണ്. പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് 4 രാജ്യങ്ങളാണ്. ദ ഗ്രേറ്റ് ബ്രിട്ടൻ, ഹാലി, ഫ്രാൻസ് ആൻഡ് ജപ്പാൻ. ഓക്കെ, ഇനി ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട ഗോൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട ഗോൾസ് 3 പ്രധാനപ്പെട്ട ഗോൾസ് ആണ് പറയുന്നത്. ടു അവോയ്ഡ് ഫ്യൂച്ചർ കോൺഫ്ലിക്ട്സ് ആസ് devastating as the World War I. ഫസ്റ്റ് വേൾഡ് വാറിലെ പ്രശ്നങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകളെയൊക്കെ എന്ത് ചെയ്യുക, തടയുക. ടു അവോയ്ഡ് ഫ്യൂച്ചർ കോൺഫ്ലിക്ട്സ് ആസ് ഡിവാസ്റ്റിഗേറ്റിംഗ് ആസ് ദ ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ വേൾഡ് വാർ ഫസ്റ്റ്. ദെൻ ടു സ്ട്രെങ്തൻ ദ കണ്ടീഷൻ ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സലൈസ്. വേഴ്സലൈസ് ട്രീറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ട്രീറ്റി ഓഫ് വേഴ്സലൈസിനെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് ഉറപ്പാക്കുക. ദെൻ തേർഡ് ഗോൾ എന്ന് പറയുന്നത് ടു ഹെൽപ്പ് കൺട്രീസ് ഇൻ ക്രൈസിസ്. രാജ്യങ്ങൾ എന്തെങ്കിലും എക്കണോമിക്കലോ ഹെൽത്ത് പരമായിട്ടുള്ള ഹെൽത്തി കാര്യങ്ങളിലോ ഉള്ള രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ല ആ ക്രൈസിസുകളിൽ എന്ത് ചെയ്യുക, ആ രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ മറ്റു രീതികളിലും ഒക്കെ എന്ത് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാനുള്ളത് നമ്മുടെ ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ദ 3 മേജർ ഓർഗൻസ് ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട 3 ഓർഗൻസ് ഏതൊക്കെയാണ്? ഒന്ന് ദ സെക്രട്ടേറിയറ്റ്, ദെൻ ദ കൗൺസിൽ ആൻഡ് ദ അസംബ്ലി. 3 എണ്ണമാണ്. ദ സെക്രട്ടേറിയറ്റ്, ദ കൗൺസിൽ ആൻഡ് ദ അസംബ്ലി. സെക്രട്ടേറിയറ്റ് എന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. സെക്രട്ടേറിയറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് ഓർഗൻ ഏതാണ്? ദ കൗൺസിൽ. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡയറക്ഷൻ ഓഫ് ദ ആക്ഷൻസ് ഓഫ് ദ അസംബ്ലി. അസംബ്ലിയുടെ ആക്ഷൻസ് ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് കൗൺസിലിന്റെ എന്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം അസംബ്ലിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ദ ഡിസിഷൻസ് ദാറ്റ് ദേ നീഡ് ടു മേഡ്. എന്താണ്, എന്തൊക്കെ തീരുമാനങ്ങളാണോ എടുക്കേണ്ടത് അത് എടുക്കുന്നത് അസംബ്ലിയാണ്, അത് നടപ്പിലാക്കുന്നത് കൗൺസിലാണ്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ഇതിൽ ഡയറക്ഷനിൽ പഠിച്ചാൽ മതി. ഫസ്റ്റ് അസംബ്ലിയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നു, അത് നടപ്പിലാക്കുന്നത്, അത് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? കൗൺസിലാണ്. ദെൻ
അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് നടത്തുന്ന ആരാണ്? സെക്രട്ടേറിയറ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ സക്സസ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഫെയിലിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അപ്പം ഇത്രയുമാണ്. നിങ്ങൾ ഇത് കൃത്യമായിട്ട് ആ ഒരു സ്ട്രക്ചറിൽ തന്നെ പഠിച്ചു വെക്കുക. ഈ ഒരു രീതിയിൽ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും. അല്ലാതെ നിങ്ങൾ ഒരുപാട് കാട് കയറി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മയിലുണ്ടാവുകയില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവരും ഷോർട്ട് നോട്ട് എഴുതി കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ലീഗ് ഓഫ് നേഷൻസ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും നിർബന്ധമായിട്ട് വന്നിട്ടുണ്ടാവും. 14 പോയിന്റ്സ് മറന്നു പോകാതിരിക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ബാലൻസ്, സക്സസും ഫെയിലിയറും എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.